C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സാർ കണ്ടിട്ടില്ലേ എന്റെ കയ്യിലൊരു ഡയറി ഉണ്ടായിരുന്നത്? അതിപ്പോ കാണുന്നില്ല. അതുപോലെ തന്നെ ഓഫീസിലെ ചില പഴയ ഫയലുകളിൽ നിന്നും ചില പേപ്പേഴ്സ് മാത്രം കീറിയെടുത്തിരിക്കുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാ ഉത്തരങ്ങൾ തരുന്നത്. അത് താനും മറ്റുള്ളവരും അവനെ ചോദ്യം ചെയ്യാൻ പോകുന്നതുകൊണ്ടല്ലേ? എന്റെ ഫ്രണ്ടായ രാജാറാമിൽ നിന്നും ഒന്നും അറിയേണ്ട കാര്യം ശ്രീലക്ഷ്മിക്കില്ല. മുൻപ് ഞാൻ അറിഞ്ഞു താൻ രാജാറാമിനെ ഫോളോ ചെയ്യുന്നുവെന്ന്. മനസ്സിൽ ഓരോരോ സംശയങ്ങൾ ഓരോരുത്തരോട് താനായിട്ട് തന്നെ ഉണ്ടാക്കും. അപ്പോ അവര് ചെയ്യുന്നതൊക്കെ ആ രീതിയിൽ തന്റെ കണ്ണിൽ കാണും. ഒരാളെ കുറിച്ച് മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതല്ലേ സാർ നല്ലത്? അത് ജെനുവിൻ സംശയങ്ങളാകണ്ടേ? തനിക്ക് എന്തൊക്കെ അറിയേണ്ടത് എന്നോട് ചോദിക്കും. ഞാൻ മാറ്റിത്തരാം തന്റെ സംശയങ്ങളൊക്കെ. എന്റെ ചില സംശയങ്ങൾ ഞാൻ സാറിനോട് ഇപ്പൊ ചോദിച്ചപ്പോ സാറ് ഒഴിഞ്ഞു മാറുകയാണല്ലോ. എനിക്കുള്ള സംശയങ്ങളൊക്കെ ഞാൻ തന്നെ ക്ലിയർ ചെയ്തോളാം സർ. കണ്ടോ, ഇതാണ് തന്റെ ഉത്തരം. രാജാറാമല്ല, താനാണ് പലപ്പോഴും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഉത്തരങ്ങൾ പറയുന്നത്. ഒരു സെക്യൂരിറ്റി ഓഫീസർ ആകുമ്പോൾ പലതും ഹൈഡ് ചെയ്യാനും നിങ്ങളുടെ എല്ലാം ചോദ്യത്തിന് ഉത്തരം തരാനും കഴിഞ്ഞില്ലെന്ന് വരും. അത് അയാളുടെ ഡ്യൂട്ടിയാണ്. ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രം ഹൈഡ് ചെയ്യും, അതിനെക്കുറിച്ച് മാത്രം വ്യക്തമായ ഉത്തരം തരാതിരിക്കുകയും ചെയ്യുന്നത് എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലായില്ല സർ. ഓഫീസിലുള്ള എല്ലാവരുടെയും സംശയങ്ങളാണിത്. ഞാൻ സാറിനോട് ചോദിച്ചെന്നേ ഉള്ളൂ. ഓഫീസിൽ എല്ലാവരും വരുന്നതും വരേണ്ടതും അവരവരുടെ ജോലികൾ ചെയ്യാനാണ്. ഇങ്ങനെയുള്ള സംശയങ്ങൾ തനിക്കാണുണ്ടാകും, അല്ലെങ്കിൽ സാൻഡ്രയ്ക്ക്. ശ്രീലക്ഷ്മിക്ക് എന്നെ എത്രത്തോളം വിശ്വാസമുണ്ടോ അത്രയും വിശ്വാസം രാജാറാമിനോട് വേണം. കാരണം ഞാൻ പറയുന്നതാണ് രാജാറാം കേൾക്കുന്നത്. അപ്പോ അവനെ സംശയിക്കുന്നത് എന്നെ, അതായത് സംശയത്തിന്റെ നിഴലിൽ എന്ന് താൻ നേരത്തെ പറഞ്ഞ തൻ്റെ ഭർത്താവിനെ സംശയിക്കുന്നതിന് തുല്യമാണ്. പിന്നെ ശ്രീലക്ഷ്മിക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ കൂടെയുണ്ട്. ഒരു മൾട്ടിനാഷണൽ കമ്പനി ആകുമ്പോൾ അത് നടത്തുന്ന എനിക്കും സെക്യൂരിറ്റി ഓഫീസറായ രാജാറാമിനും പുറത്ത് പബ്ലിക്കിനെ അറിയിക്കാതെ പലതും ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നുകിൽ അതൊരു ന്യൂസ് ആകാതിരിക്കാം, അല്ലെങ്കിൽ പുറത്ത് ആരോടും പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. ശ്രീലക്ഷ്മിക്ക് ഇപ്പോൾ ഉണ്ടായ സംശയം അങ്ങനെ ഒന്നാണ്. എനിക്കറിയാം ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ വേറെന്തൊക്കെയോ ചിന്തകളാണ്. അത് പിന്നീട് എപ്പോഴോ പറയാമെന്ന് പറഞ്ഞ് താൻ തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ല. അതുപോലെ എല്ലാവർക്കും അവരവരുടെ ഒരു സ്വകാര്യതയുണ്ട്. സ്വന്തം ഭാര്യയോട് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനോട് പോലും പറയാൻ പറ്റാത്ത സ്വകാര്യത. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.